ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 20 രൂപ കൊണാർ 20 റുപ്പീസ്, അതായത് 20 രൂപ ആർ എൻ മൽഹോത്ര അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത 20 രൂപ നോട്ടിൻ്റെ വാല്യൂം ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 20 രൂപ നോട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 20 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന 20 രൂപ നോട്ട് ഈ ഒരു നോട്ടാണ്. കൊണാർക്ക് 20 രൂപ നോട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 4ഓളം നോട്ടിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയതാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ആർ എൻ മൽഹോത്രയാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 20 രൂപ നോട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ട് ഏകദേശം 1985 1990 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നോട്ടാണ്. റിപ്പബ്ലിക് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ്. ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് 20 രൂപയാണ്. ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 140 × 62 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 20 രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുൻഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ് വരുന്നത്. അപ്പോൾ വാട്ടർമാർക്ക് എന്ന് പറയുമ്പോൾ അശ്വസ്തമാണ് വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. വാട്ടർമാർക്കിനോട് ചേർന്ന് തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 20 എന്നുള്ളൊരാൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് വരുന്നത്. അപ്പോൾ സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ചുവന്ന അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 56S 381286 എന്നുള്ള സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർപ്രിൻറ്റഡ് ആയിട്ട് ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻസെറ്റ് ബി ഇൻസെറ്റാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഒരു ഇൻസെറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 15 ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ 20 രൂപ, അതായത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 20 രൂപയാണ്. അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും 15 ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ. പിന്നെ വരുന്നത് സെൻറ്ററായിട്ടാണ്. സെൻറ്ററായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 20 രൂപയാണ്. അപ്പോൾ 20 എന്നുള്ള അക്കം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഐ പ്രോമിസ് ടു പേ ദ ബി ആൻഡ് ദ സം ഓഫ് 20 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഈ ഒരു ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്ററിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ നമ്മുടെ ഗവർണറായിരുന്ന ആർ എൻ മൽഹോത്ര അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്ന റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് മേൽ ഭാഗത്തായിട്ട് തന്നെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ട അതേ സീരിയൽ നമ്പറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അശ്വസ്തംഭത്തിന് താഴെയായിട്ട് 20 റുപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 20 രൂപ നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഇന്ത്യയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൽ നിന്നുള്ള രഥത്തിൻ്റെ ആ ഒരു ചക്രത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു നോട്ടിനെ കൊണാർക്ക് 20 റുപ്പീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ചക്രത്തിൻ്റെ ആ പിക്ചർ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ തന്നെ 20 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 20 എന്നുള്ള അക്കം ഇവിടെ കോർണറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ് വരുന്നത്. വാട്ടർമാർക്ക് അശ്വസ്തംഭമാണ് വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. അതിനോട് ചേർന്നതിന് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 20 റുപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെ കോർണറായിട്ട് 20 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ 20 രൂപ കൊണാർക്ക് 20 റുപ്പി എന്നറിയപ്പെടുന്ന, അതായത് കൊണാർക്ക് 20 രൂപ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് പല ഡിഫറൻറ്റ് സിഗ്നേച്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൈവശിരിക്കുന്നത് ആർ എൻ മൽഹോത്ര, നമ്മുടെ ഗവർണറായിരുന്ന ആർ എൻ മൽഹോത്ര അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ബി ഇൻസെറ്റ് വരുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ, അതായത് നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന് ഏകദേശം 150 രൂപ വരെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ബി ഇൻസെറ്റ് വരുന്ന നോട്ടാണ്. ഇതിൽ നമുക്ക് വില കിട്ടുന്ന നോട്ടുകളുണ്ട്. വേറെ ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന നോട്ടിന് അത്യാവശ്യം മാർക്കറ്റ് നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന റയർ കാറ്റഗറി വരുന്ന നോട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു സ്കാറ്റ്സ് കാറ്റഗറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏകദേശം 150 രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വില ലഭിക്കാവുന്ന നോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നോട്ടൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു നോട്ടിനൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് 20 രൂപ കൊണാർക്ക് 20 റുപ്പി എന്നറിയപ്പെടുന്ന ഈ ഒരു നോട്ട്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.